നിങ്ങളുടെ ഇമോഷനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാറുണ്ടോ? ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ കഴിയാറുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഇമോഷൻ വരുന്ന സമയത്ത്, ഇപ്പോൾ ദേഷ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ സന്തോഷം വരുന്ന സമയത്തോ അങ്ങോട്ട് റിയാക്ട് ചെയ്യുകയാണോ ചെയ്യാറുള്ളത്? ഇപ്പോൾ ദേഷ്യം വരുന്ന സമയത്ത് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ പല സംഗതികളും സംഭവിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുക, അത് വേണ്ടില്ലായിരുന്നു, അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നുള്ളത്. ഇത് ഒരു റിയാക്ഷനാണ്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്നതാണ്. എന്നാൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെൽഫ് അവെയർനെസ്സിലേക്ക് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയണം. അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏതൊരു ഇമോഷൻ വരുമ്പോഴും ഒന്ന് പോസ് ചെയ്യണം, ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ഒന്ന് ഒബ്സർവ് ചെയ്യണം, എന്താണ് ആ വരുന്നത് എന്നുള്ളത്. അതിനെ ഒരു പേരിട്ട് വിളിക്കുക. നമുക്ക് സാഡാണോ, അല്ലെങ്കിൽ ഹാപ്പി ആണോ, അല്ലെങ്കിൽ ദേഷ്യമാണോ എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക, അതിനൊരു പേര് കൊടുക്കുക. ഓക്കെ, ദേഷ്യമാണെങ്കിൽ നമ്മളതിനെ പിന്നെ ചിന്തിക്കേണ്ടത്, എന്താണ് അത് ട്രിഗർ ചെയ്തത്, എന്ത് ട്രിഗർ ചെയ്തപ്പോഴാണ് നമുക്കത് വന്നത്? എന്തെങ്കിലും ഒരു പഴയ ചിന്തയാണോ, ചിന്തിച്ചപ്പോഴാണോ വന്നത്? അതല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണോ? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ നമ്മൾ പണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത നമുക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തിയെ കണ്ടപ്പോഴാണോ ദേഷ്യം വന്നത് എന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ജസ്റ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡസ് ദിസ് ഇമോഷൻസ് വാണ്ട് ടു ടെൽ മീ? എന്താണ് ആ ഇമോഷൻ എനിക്ക് എന്നോട് പറയാനുള്ളത് എന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ആ ഇമോഷൻ അയാളോട് ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ദേഷ്യം പിടിക്കാനാണ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ അയാളെ രണ്ടും പൊട്ടിക്കാനാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ എന്താണ് ഇമോഷൻ പറയുന്നത് എന്ന് നമ്മൾ നോട്ട് ചെയ്യാം. അത് അല്ല, നമ്മളൊന്ന് അയാളോട് പുഞ്ചിരിച്ച് പഴയതൊക്കെ മറന്നൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനാണ്, എന്താണ് പറയുന്നതെന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെൽത്തി വേയിലൂടെയാണ് അത് പറഞ്ഞു തന്നതെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, അത് ചെന്ന് നമ്മൾ പ്രകടിപ്പിക്കണം, നമ്മൾ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതല്ലെങ്കിലോ അത് റിലീസ് ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മൾ എന്ത് വന്നാലും ആ ഇമോഷൻസിനനുസരിച്ച് പെട്ടെന്നൊന്ന് റിയാക്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ആ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബോധം എന്നുള്ള സംഗതി പോയി പോകും. പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യും, അത് എന്തും സംഭവിക്കും അവിടെ. ആ സംഭവിച്ചതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ജയിലുകളിലൊക്കെ ഉണ്ടാവില്ലേ? എത്ര ആളുകൾ ഒരു നേരത്തെ ദേഷ്യം കൊണ്ട് സംഭവിച്ച പല വിപത്തുകളും അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇമോഷൻസിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഹെൽത്തി വേയിലൂടെ അത് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതാണ് ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പേഴ്സണ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? താങ്ക് യു സോ മച്ച്.